ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഈ തൃശ്ശൂർ തന്നെ മാറ്റിമറിച്ച് നല്ലൊരു കണ്ടീഷനിൽ ആളുമുണ്ട്, അത് ഉറപ്പാണ്. ഒരാൾക്കും ഒരു വിമർശനവും ഇല്ലാതെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അങ്ങോട്ട് സാധിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയോട് മമത പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല സ്ഥാനാർത്ഥിയായിരിക്കുന്നു വിചാരിക്കുന്നു. സുരേഷ് ഗോപി തന്നെ പറയുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരും അവരൊക്കെ പ്രജകളാണ് എന്നാണ് പറയുന്നത് അല്ലെ. ഒരു രാജഭരണ കാലത്തിലേക്കാണ് ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് സാധ്യതയില്ല. സിനിമ വേറെ, പാർട്ടി വേറെ. അദ്ദേഹം തോറ്റിട്ട് പോലും നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുരേഷ് ഗോപി. സുരേഷാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ആള് ഇതിന് വരുന്നതിന് മുന്നേയും ഭയങ്കര സഹായം, ആളെ കൊണ്ട് നല്ല സഹായമുണ്ട്. അപ്പൊ ആള് തന്നെ ആളാകണം, ആളായ നല്ലതാണ്. ഈ തൃശ്ശൂർ തന്നെ മാറ്റിമറിച്ച് നല്ലൊരു കണ്ടീഷനിൽ ആള് കൊണ്ടുവരും, അത് ഉറപ്പാണ്. കേരളത്തിന്റെ ഭരണം ഇപ്പൊ പ്രശ്നത്തിലാണെന്നാണോ അഭിപ്രായം? ഇപ്പൊ ആ പട തക്കട മറിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ സുരേഷ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവും, അടിപൊളിയാണ്. എന്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജയിക്കണം. എന്താ സുരേഷ് ഗോപിയുടെ ഇത്ര ഒരു ആരാധന ഉള്ളതാണ്? സിനിമയൊക്കെ ആരാധനയാണോ? അല്ലല്ല, സിനിമ ഉണ്ടല്ലോ, ആളുടെ വ്യക്തികളുണ്ട്. വ്യക്തിപരമായിട്ട് ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇക്കൊല്ലം തൃശ്ശൂർ ജയിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ചേട്ടൻ തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ മുരളിയെടുക്കും. മുരളിയെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതെന്താ മുരളിയെടുക്കുന്നത്? മുരളിയെടുക്കുന്ന പറഞ്ഞാൽ മുരളിയിലൊക്കെയാണ് അതിൻ്റെ സാധ്യത കിടക്കണേ. മുരളി ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വികസനം ഉണ്ടാക്കണം, അതല്ലേ. ആര് ചോദിച്ചാലും എന്തുണ്ടാക്കാന്ന് വെച്ചാൽ അതേപോലെ മുരളി ഉണ്ടാക്കും. ഈ സുരേഷ് ഗോപി മത്സരിക്കും. സുരേഷ് ഗോപി കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. സുരേഷ് ഗോപി ജയിച്ചാലും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? സുരേഷ് ജയിച്ചാൽ നല്ല കാര്യം ചെയ്യും, പക്ഷേ ജയിക്കാൻ സാധ്യത കുറവാണ് ഇവിടെ കാണുന്നത്. ഈ കേന്ദ്രത്തിൽ മോഡി തന്നെയാണോ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത? അത് ഞാൻ ഒന്നും പറയാനില്ല അതിനെ പറ്റി, നമുക്കറിയില്ല അല്ലേ. ഇവിടെ മുരളീധരൻ ജയിക്കണം. മുരളീധരൻ ജയിക്കും. LDF സ്ഥാനാർത്ഥി ഈ സുനിൽകുമാർ മന്ത്രിയായിരുന്ന ഒരാളാണല്ലോ. ആള് ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആൾക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സാധ്യത എന്ന് വെച്ചാൽ ഇപ്പം മൂന്നും തുല്യമായിട്ട് ഇപ്പോൾ പോണത്. ഇപ്പോൾ മുരളീധരനാണ് മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ വിശ്വാസം. അതെ, VS സുനിൽകുമാർ തന്നെ ജയിക്കും. അതെന്താ ഉറപ്പ്? എന്നു വെച്ചാൽ ഞങ്ങളുടെ വ്യക്തിത്വം തന്നെ ഇത്രയും നല്ലൊരു വ്യക്തി നമ്മൾക്കിപ്പോൾ ഇന്ന് സ്ഥാനാർത്ഥികളായാലും അത്രയും ടോപ്പ് സ്ഥാനാർത്ഥിയാണ് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും. അപ്പം അങ്ങോരുടെ ചെറുപ്പകാലം തൊട്ട് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ 3 പ്രാവശ്യം MLA ആയും എവിടെ ചെന്ന് നിന്നിട്ട് തൃശ്ശൂരൊന്നും അടുത്ത വർഷത്തിന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെയൊക്കെ അത്രയും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ജയിച്ചു. പിന്നെ ഏറ്റെടുക്കുന്ന ഏതൊരു ഉത്തരവാദിത്വം അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഒരാൾക്കും ഒരു വിമർശനവും ഇല്ലാതെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അങ്ങോട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആളും ഇതുപോലെ കുറെ നല്ല സൽപ്രവർത്തികൾ ചെയ്ത് ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിച്ചു എന്നാണ് പല ആളുകളുടെ അഭിപ്രായം. സുനിൽകുമാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 വർഷക്കാലം പാർലമെന്റ് അംഗമായിരുന്നു. ഈ പാർലമെന്റിനകത്ത് എന്തെങ്കിലും സംസാരിച്ചതായിട്ട് ഇവിടുത്തെ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാര്യം എന്തെങ്കിലും ആ പാർലമെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അംഗമാണെന്ന് പോലും ആർക്കും തന്നെ അറിയില്ല. വെറുതെ ഒരു സ്ഥാനം കൊടുത്ത് അവിടെ കയറ്റിയിരുത്തി. അതുപോലെ തന്നെ ഈ നാടിന് വേണ്ടി നാടിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലുണ്ടായിട്ടില്ല. ചില സിനിമാ രംഗത്തൊക്കെ പ്രാഗൽഭ്യം കാണിക്കാനും അല്ലെങ്കിൽ അതിനുള്ള സാധിച്ചിട്ടുണ്ട്. അല്ലാതെ പൊതുരംഗത്ത് അങ്ങോട്ട് ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കെ കരുണാകരന്റെ മോൻ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ വടകരയിൽ നിന്ന് ഇവിടെ അവസാന നിമിഷം ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. ആള് എന്തെങ്കിലും ജയസാധ്യത കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണോ? ജയസാധ്യത ആളുടെ മനസ്സിലുണ്ടായിരിക്കാം, പക്ഷേ ഇവിടുത്തെ ജനങ്ങളിലില്ല. എന്താണെന്ന് വെച്ചാൽ 300 പ്രാവശ്യം തോറ്റതാണ്. അതുപോലെ തന്നെ അച്ഛനും തോറ്റതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ സാധാരണ ജനങ്ങളായിട്ട് സുനിൽകുമാറിനെ പോലെ സുനിൽകുമാർ ഇന്ന് എവിടെ ചെന്നാലും അവിടുത്തെ സാധാരണ ജനങ്ങൾ അങ്ങോട്ട് എല്ലായിടത്തും ചെന്നാലും പേരെടുത്ത് വിളിക്കാൻ അവർക്ക് സാധിക്കും. മുരളീധരന് ഇവിടുത്തെ എന്തോരം ആൾക്കാരറിയും? അത് തന്നെയല്ല,
അങ്ങോട്ട് ഉയർന്ന വിഭാഗങ്ങളായിട്ട് ഉയർന്ന വിഭാഗങ്ങളായിട്ട് എന്തോരം ഉള്ള ബന്ധങ്ങൾ അങ്ങോട്ടുള്ളൂ. അവർക്കൊന്നും സമൂഹത്തിലെ സാധാരണക്കാരുടെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ല. പൊതുരംഗത്ത് കുറച്ച് കാലങ്ങളായിട്ട് അച്ഛൻ്റെ പേര് പറഞ്ഞ രംഗത്തുണ്ടെന്നല്ലാതെ അവരൊന്നും ഒന്നുമല്ല സുനിൽകുമാറിന്റെ മുന്നിൽ. ചേച്ചി ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും ചേച്ചിയുടെ അഭിപ്രായത്തില്? സുരേഷ് ഗോപി എടുക്കണം. അതെന്തുകൊണ്ടാ സുരേഷ് ഗോപി എടുക്കണം? സുരേഷ് ഗോപിയോട് മമത. അതെന്തുകൊണ്ട്? സുരേഷ് ഗോപി 5 വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണോ? ചെയ്തു എന്നുള്ളതല്ല, ചെയ്യുന്നുണ്ട്. ആളുടെ പോലെ മനസാക്ഷിയും നല്ല വ്യക്തിത്വത്തോടുകൂടിയുള്ള പെരുമാറ്റം എല്ലാം കൊണ്ടും മറ്റ് ആരും ആളുടെ പോലെ അല്ല. സുരേഷ് ഗോപി നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്നാണ് പറയണത്. അതെ അതെ. ഈ പഴയ ഒരു കരുണാകരന്റെ കെ മുരളീധരൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, പഴയ മുഖ്യമന്ത്രിക്കായിരുന്ന. അത് പൊട്ടിപ്പോവും, പൊട്ടുന്ന കാര്യത്തിൽ തർക്കില്ല. LDFന്റെ ഒരു സുനിൽകുമാർ മത്സരിക്കുന്നുണ്ട്, ആള് മന്ത്രിയായിരുന്ന ആളാണ്. ആൾക്ക് എന്തൊരു സാധ്യത? ആൾക്ക് കുറച്ച് സാധ്യത കാണാനുണ്ടല്ലോ. അത് നമുക്ക് കേന്ദ്രത്തിൽ വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണോ ചേച്ചിയുടെ? അതെ അതെ അതെ. സുരേഷ് ഗോപി ഇവിടെ ജയിച്ച് ഒരു കേന്ദ്രമന്ത്രി ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടാവുന്നതാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ചേച്ചിയുടെ അഭിപ്രായത്തില് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ആര് ജയിക്കാൻ സാധ്യത? സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. അതെന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്? ഈ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആരാധനയാണോ? അതല്ല, പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല സ്ഥാനാർത്ഥിയായിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പൊ ആ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കേസിൽ ഇപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു കേൾക്കുന്നത്, കൊല്ലത്തുള്ള സുരേഷ് ഗോപി തൃശ്ശൂരത്തെ ആൾക്കാർ മാത്രം സഹായിക്കുന്നത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതിലെന്താ അഭിപ്രായമെന്ന് പറയണ്ടോ? കൊല്ലത്തുകാരെ സഹായിക്കേണ്ട തൃശ്ശൂർക്കാരെ സഹായിക്കണം എന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിൽക്കാനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇതിക്ക് മുമ്പും ആള് സ്ഥാനാർത്ഥിയാണെങ്കിൽ മുന്നായിട്ടും ആള് ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അപ്പൊ ആളെ ജയിച്ചു കഴിഞ്ഞാലും ഇത് ഉപകാരങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാവും. ആ കാര്യത്തിൽ തർക്കില്ല. അപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ് ആഗ്രഹം. ഇപ്പൊ കേന്ദ്രത്തില് മോഡി തന്നെ അധികാരത്തില് തിരിച്ചു വരും എന്നുള്ളതാണോ? അങ്ങനെ വിചാരിക്കണം. വീണ്ടും 3ാം തവണ മോദി തന്നെ അധികാരത്തിലുണ്ടാവും. ഉണ്ടാവണം. ഈ കേന്ദ്രത്തില് 400 സീറ്റും കേരളത്തില് 2 അക്കം കാണുമെന്നാണ് BJP പറയുന്നത് അവകാശവാദം. അതിനെ നിലയ്ക്ക് കാണുന്നു. അല്ല, ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നമുക്കറിയാലോ, ഇവിടെ രാജ്യം നിലനിൽക്കണം. നമ്മുടെ ഒരു സുന്ദരമായൊരു ഭരണഘടന നമുക്കുണ്ട്. അല്ല, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ നാട്ടിലും എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ ജാതീയമായ രീതിയിലും അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെ വിഭാഗീയത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, സുരേഷ് ഗോപി തന്നെ പറയുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരും അവരൊക്കെ പ്രജകളാണ് എന്നാണ് പറയുന്നത്. അല്ലേ, ഒരു രാജഭരണ കാലത്തിലേക്കാണ് ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളിവിടെ സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അതൊരു ഏകാധിപത്യ രീതിയിലേക്ക് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടകളെ മറികടന്നുകൊണ്ട് ഇവിടെ ജനാധിപത്യ അല്ലെങ്കിൽ മതേതരത്വ സ്വതന്ത്ര ഭാരതത്തിന് ഇന്ത്യ നിലനിർത്താൻ തന്നെയുള്ള പരിശ്രമമായിരിക്കും ഇവിടെ ഇന്ന് ഭാരതത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ കെ മുരളീധരൻ ജയിക്കണമെന്നാണ്. തൃശ്ശൂർ തീർച്ചയായിട്ടും. അല്ലെ, സംഘപരിവാർക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു നേതാവാണ് കെ മുരളീധരൻ എന്നുള്ളതിൽ ഒരു തർക്കമില്ല. എല്ലാവർക്കും അറിയാം. അല്ലെ, അദ്ദേഹത്തിൻ്റെ ഇവിടെ സംഘപരിവാറുകാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ അവർക്കെതിരെയൊക്കെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ശക്തമായ മറുപടി പറയുന്ന, അത് കേന്ദ്രത്തിലായാലും എവിടെയായാലും ശക്തമായ മറുപടി പറയാൻ കഴിയുന്ന ഒരു കേരളത്തിലെ ഒരു നേതാവാണ് കെ മുരളീധരൻ. ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. പ്രവർത്തകരൊക്കെ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഇവിടെ തൃശ്ശൂർ എടുക്കും എന്നുള്ളൊരു തർക്കമില്ല. ചേച്ചി, ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യതയുള്ളത്? സുനിൽകുമാറാണെന്നാണ്. സുനിൽകുമാർ അവര് വീട്ടിൽ നാടിനു വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇത് പ്രതിഫലം കിട്ടാണ്ടിരിക്കില്ല. നാട്ടുകാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഒരുപാട് സഹായങ്ങൾ നാടിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തത് ഓർമ്മയുണ്ടോ? പിന്നെ കോവിഡൊക്കെ ആയിട്ട് കണ്ടമാന സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ BJPക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടല്ലോ തൃശ്ശൂര്. അപ്പൊ 5 വർഷമായിട്ട് ഇവിടെ കുറെ സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇവിടെ? അറിയില്ല, സാധ്യത സിനിമയൊക്കെ കാണുന്നുള്ളത് വെച്ചിട്ട് പോയി ഇല്ല, അതൊന്നും സാധ്യതയില്ല.
സിനിമ നടൻ വേറെ, പാർട്ടി വേറെ. സുനിൽകുമാർ ഒരു സാധ്യത. അതെ. മുരളീധരൻ മത്സരിക്കട്ടെ കരുണാകരനും. അപ്പൊ ആള് എങ്ങനെ ആള് അങ്ങനെ ജയിക്കും തോന്നുന്നില്ല. ആ. എന്തായാലും സുനിൽകുമാർ ജയിച്ച് കേന്ദ്രത്തിൽ ജയിച്ച് പോകണം ആഗ്രഹം. നമുക്ക് അപ്പൊ അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവും. അതെ. ചേച്ചി ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാനാ സാധ്യത? സുനിൽകുമാർ. എന്താ സുനിൽകുമാർ ജയിക്കുന്നത് ഉറപ്പ്? ഞങ്ങൾക്കത് ഉറപ്പാണ്. സുനിൽകുമാർ ഇവിടെ നാടിന് ഉപകാരങ്ങളൊക്കെ ചെയ്യണം. ശരി, ഇവിടെ ചെയ്യാറുണ്ട്. അപ്പൊ സുനിൽകുമാർ ജയിക്കണം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ആരെടുക്കും ഈ പ്രാവശ്യം തീർച്ചയായിട്ടും സുരേഷ് ഗോപി ചേട്ടൻ എടുക്കും. കാര്യം ഇത്ര നാളും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചിട്ട് ഇത്രേ നേട്ടം ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം തോറ്റിട്ട് പോലും നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ജയിപ്പിക്കുന്ന ഒരു മാറ്റം അനിവാര്യമാണ് നമുക്ക്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. മറ്റുള്ളൊരു പൊട്ട മനുഷ്യന്മാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, തൃശ്ശൂരിനെ മാറ്റിമറിക്കും ആള്. മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടോ ചോദിച്ചാൽ? തീർച്ചയായിട്ടും. അപ്പൊ നരേന്ദ്രമോദി തന്നെ 3ാം പ്രാവശ്യം വീണ്ടും കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി ഭരണം. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.